ഹായ്. വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ കുമ്മാട്ടിക്കളി എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മാധവ് സുരേഷ് ഇവനാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഇതിലുള്ളത് എന്നും പറയാൻ പറ്റത്തില്ല. ഇവന്റെ കൂടെ മിഥുൻ പ്രകാശ് ഉണ്ട്, റാഷിഖ് അജ്മല്, ധനഞ്ജയ്, പ്രേംജിത്ത്, ലെന, പിന്നെ ദേവിക, പിന്നെ അസീസ് നെടുമങ്ങാട്. ഇവരൊക്കെ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഭയങ്കര മോശം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ സുരേഷ് ഗോപിയുടെ മകനാണ് ഈ സിനിമയിലുള്ളത് എന്നറിഞ്ഞപ്പോ ഒന്ന് കാണണം, എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ചേട്ടന്റെ ഒരു കഴിവുകളൊക്കെ നമ്മുടെ ചെക്കനും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കഴിവും ഇല്ല എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ആണോ അതോ സീരിയൽ ആണോ എന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. സിനിമ എന്നുള്ള എന്താ പറയാ, ഒരു അഭിനയവും ഒരാളും ഇല്ല. അതായത് വില്ലന്മാരാണെങ്കിലും നായകന്മാരായിട്ടുള്ള ഇവന്മാരാണെങ്കിലും പിന്നെ അതിലിടക്ക് വരുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്, പോലീസുകാരന്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ശരിക്കും നല്ലൊരു വില്ലനായിട്ടൊക്കെ വരാറുള്ള ഒരു വില്ലനെ ഇതില് നമ്മളിത് ഒരു ഈ ഫസ്റ്റ് ടൈം ഒക്കെ കുറച്ച് ആൾക്കാർ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുമ്പോൾ ഉള്ള കണ്ടിട്ടില്ലേ, ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാല് നമ്മുടെ സുരേഷിന്റെ മോൻ മാധവ്, അവന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു പടം ഒരു രക്ഷല നല്ല ഹൈപ്പായിരിക്കും എന്നൊക്കെ. നിങ്ങളാണെങ്കിൽ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് തന്നെയായിരിക്കും അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ലെങ്കിലും ആണെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വെറുപ്പാണ് തോന്നിയത്. പക്ഷെ എന്തിനാണ് ഈ പടം എടുത്തു വെച്ചേക്കുന്നത്? ഇതൊരു സിനിമയാണോ? ഇതൊന്നെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട് എടുത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഒരു സീരിയല്? എല്ലാവരുടെ അഭിനയമൊക്കെ കാണും, വില്ലന്മാരൊക്കെ അഭിനയം കണ്ടെന്ന് ചിരിച്ചു വരും. ഇയാളൊക്കെ എവിടെന്ന് കിട്ടിയതാണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചുമ്മാ ഇറക്കിയ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയും തല്ലിപ്പൊളി ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറഞ്ഞ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഈ പടം. പിന്നെ ഇതിന്റെ കഥ, ഒരു കഥയില്ലാത്ത ഒരു കഥ. പിന്നെ പോരാത്തതിന് ലെനയെ ഒന്ന് എന്താ പറയാ, ഒരു ഭയങ്കര ഗൗരവമുള്ള ഒരു ക്യാരക്ടറാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വേറൊരു കഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഥയില്ലാത്ത കഥയായി പോയി ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു സിനിമ. ഇതിന്റെ കഥ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു 4 ആൺകൊച്ചുങ്ങളും ഒരു പെൺകൊച്ചും ഇവിടെ ഒരു ദിവസം നമ്മുടെ ലെനയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതായത് കട്ട് കഴിക്കുന്നു. ലെന അവിടെ പിടിക്കുന്നു. അതിനുശേഷം ലെന ഇവിടെ എടുത്ത് വളർത്തുന്നു. അതിലെ പെൺകൊച്ചിനെ വേറൊരു ഹോസ്റ്റലിൽ കൊണ്ട് പഠിപ്പിക്കുന്നു. ഇവരാണെങ്കിൽ അവിടെ ഈ ജോലി എന്താണെന്നും പ്രത്യേകിച്ചും കാണിക്കുന്നില്ല. ഇവിടെ പാട്ട് സീനിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അങ്ങനെ അല്ലാതെ വേറൊന്നും കാണിക്കുന്നില്ല. അതിൽ നമ്മുടെ മാധവനൊരു പ്രണയമുണ്ട്. ആ പ്രണയം പിന്നെ ഏതു വഴിക്ക് പോയി എന്ന് ഒരു പിടിയില്ല. മൊത്തത്തിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലത്തെ ഒരു പടമാണ് ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു സിനിമ. അത്രക്കും മോശമായിട്ടാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ, ഇന്നയാളുടെ മകനായ സ്ഥിതിക്ക് എന്തെങ്കിലും നല്ലൊരു വൃത്തിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അതിന്റെ ഒരു 7 അയലത്തേക്ക് ചെക്കൻ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ സുരേഷിന്റെ മൂത്ത മോന് അങ്ങനെയുടെ സിനിമ ഒക്കെ ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം നല്ല സിനിമയാണ്, നന്നായിട്ട് അഭിനയിക്കാനും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ മറ്റേ മൂത്ത മോന്റെ അഭിനയമൊക്കെ ഈവൻ ഫ്ലോപ്പാണ്, ഫ്ലോപ്പാണ്. ഇനി അവൻ അഭിനയം പഠിച്ച് വന്ന് നല്ല സിനിമയിൽ അഭിനയിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഡയറക്ഷനും കഥയും ഒന്നും ഒരു തേങ്ങയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സിനിമയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതായത് നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും, അതിപ്പോ നല്ലതാണെങ്കിലും വടക്കാണെങ്കിലും, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.